കോഴ്സ് ആയിട്ടുള്ള സേഫ്. സോ ഇന്ന് സെക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Magic morning to all. ഹാപ്പി മൺഡേ. ഓക്കെ, അപ്പം ഇന്നൊരു മൺഡേ ആണ്, നമ്മളത് തുടങ്ങാൻ പോകണം. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഹാപ്പി മൺഡേ എന്ന് ടൈപ്പ് ചെയ്തേ. ചാറ്റ് ബോക്സ് ഇല്ലേ? ചാറ്റ് ബോക്സ് വർക്കിംഗ് അല്ലേ? ഓക്കെ, താങ്ക് യു സുജീസ്, താങ്ക് യു പ്രീത, താങ്ക് യു മുസ്തു, താങ്ക് യു ആൾ. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. ജസ്റ്റ് ഞാൻ ടോപ്പിക്ക് കാണിച്ചു തരാം. സ്ക്രിപ്റ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷനിൽ സ്ക്രിപ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് ഈ ക്ലാസ് ഫസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഫ് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എഫ് ടൈപ്പ് ചെയ്യുക. അബ്ദുൽ അസീസ്, ഓക്കെ, ഷഫീർ, താങ്ക് യു അബ്ദുൽ അസീസ്, ഷഫീർ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സ്ക്രിപ്റ്റിംഗ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റായിട്ട് വന്ന ആളുകൾ, ഫസ്റ്റായിട്ട് വന്ന 2 ആളുകൾ, അഫ്സൽ, അങ്ങനെ കുറച്ച് ആളുകൾ ഫസ്റ്റായിട്ട് വന്ന ആളുകളുണ്ട്. എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്, ഓക്കെ ആണ്. അപ്പോൾ ഇർഫാൻ, അത് അവിടുത്തെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. അവിടെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളുടെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടുത്തെ നിങ്ങൾ നെറ്റ്വർക്ക് ഒന്ന് റെഡി ആവണം നോക്കാം. ഓക്കെ, സോ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഞാൻ ബേസിക് ആയിട്ടൊരു കാര്യം പറയാണ്. ബേസിക് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞത് തുടങ്ങും, കാരണം പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കാണ്. അവരോട് നമ്മൾ സ്ക്രിപ്റ്റിംഗ് പറയുമ്പോൾ അതിൻ്റെ ടെക്നിക്ക് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ചിലപ്പോൾ അവർക്ക് അറിയില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ലോകം ഉണ്ടായ സംഭവം മുതൽ തന്നെ ഉള്ളതാണ്. അത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പേരിൽ ഫേമസ് ആയി തുടങ്ങുന്നത് 1900 ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിൽ ഈ അടുത്തിടെ ഇറങ്ങിയിരിക്കുന്ന സീക്രട്ട് എന്ന് പറയുന്ന മൂവി, അതേപോലെ തന്നെ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകമൊക്കെയാണ് ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പോലെ ഏകദേശം 100 വർഷത്തിനൊക്കെ അടുത്ത പഴക്കമുള്ള പുസ്തകങ്ങൾ ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വലിയൊരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന നെപ്പോളിയൻ ഹില്ലിന്റെ പുസ്തകം. ഈ പുസ്തകത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ബേസിക്കലി നമുക്കിങ്ങനെ പറയാം, ലൈക്ക് അട്രാക്ട് ലൈക്ക്. നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തിയുടെ റിസൾട്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ചിന്തിച്ചോ എന്ത് പ്രവർത്തിച്ചോ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് ബേസിക് ആയി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, വാട്ട് യു ഡു ടുഡേ, ഇതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിനനുസരിച്ചിട്ട് വളരെ ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ഒരു മാജിക് അല്ല, അതൊരു വിഷ്വലൈസ് ചെയ്തിട്ട് നേടുന്ന ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ പക്ക കറക്റ്റായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുകയും ആ ഗോളുകൾ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അവിടെ നമ്മുടെ മൈൻഡ് പവർ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ പവർ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മൈൻഡിനെ പോസിറ്റീവായിട്ട് നിർത്താനുള്ള ഒരു ഘടകമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് എന്താണ് സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ പല ആളുകൾക്കും ഓൾമോസ്റ്റ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ബി എന്ന് ടൈപ്പ് ചെയ്ത് അറിയുന്ന ആളുകളൊക്കെ ബേസിക് ആയി ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആളുകൾക്കാണെങ്കിലും ഷെരീഫ, മുഹമ്മദ് നബീൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കുന്നതിന് കൂടുതൽ കിട്ടും. ഒരു ബേസിക് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണോ ഇവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കാൻ പോകുന്നത് അതിനനുസരിച്ച്. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഇപ്പം നിങ്ങൾ ഇന്ന് കരുതാണ് ഇന്നത്തെ ദിവസം മോശമായിരിക്കും, നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇന്നത്തെ ദിവസം മോശമാവും. നിങ്ങൾ ഇന്ന് കരുതാണ് ഇന്ന് മൺഡേ ആണ്, ഈ ദിവസം ഞാൻ സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യും, അതേപോലെ തന്നെ ഈ ഒരു വീക്കും എനിക്ക് സൂപ്പറായിരിക്കും, നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇനി എന്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയാം? ഓക്കെ, എന്താണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്? എന്താണ് സ്ക്രിപ്റ്റിംഗ്? ലോ ഓഫ് അട്രാക്ഷനിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഓക്കെ,
സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് ചെയ്യുക, നമ്മൾ കേട്ടില്ല. സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എന്ന വേർഡ് എവിടെ കേട്ടിട്ടുള്ളത്? എവിടെ കേട്ടിട്ടുള്ളത്? ഫിലിമില് എവിടെ? ഫിലിമില് ഫിലിമിൽ അല്ലേ? മ- ഫിലിമിലാണ് കേട്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫിലിമിന്റെ പ്രത്യേകത എന്താ? ഫിലിമിന്റെ പ്രത്യേകത, ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്ത് ആ ഫിലിം അവസാനിക്കുന്നത് വരെ, അതിന്റെ ക്ലൈമാക്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ എഴുതിയിട്ടുണ്ടാവും. ഫിലിം എപ്പോൾ തുടങ്ങണം, എന്താണ് കഥ, എങ്ങനെയാണ് അവസാനിക്കേണ്ടത് എന്നുള്ളത് ആ ഒരു തിരക്കഥാകൃത്ത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒരു കഥ എഴുതുന്നതാണ്. ആരെ കുറിച്ച് എഴുതുക? നിങ്ങളെ കുറിച്ചിട്ട്. നമ്മളെ കുറിച്ച് ആരെ എഴുതുക? നിങ്ങൾ തന്നെയാണ് എഴുതുക. ഇതാണ് എന്താ വെച്ചാൽ, സ്ക്രിപ്റ്റിംഗ് ഇൻ ദ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ലോകത്തിൽ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ലയിച്ചെങ്ങനെ സമയം പോകുന്നത് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന കുറെ സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഈ അടുത്തിടെ വലിയൊരു ഹിറ്റായ ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. വായിച്ച ആളുകളുണ്ടോ? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം വായിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ മയ്യഴിപ്പുഴയുടെ തീരത്തൊക്കെ എന്തായാലും ബഷീർക്ക് വായിച്ചിട്ടുണ്ടാവും അല്ലേ? മയ്യഴിപ്പുഴയുടെ തീരത്ത് വായിച്ചില്ലേ? ആ പുസ്തകമൊക്കെ വായിക്കുമ്പം നമ്മൾ വായിച്ച പുസ്തകം, ഇങ്ങനെ ഒരു ഇരിപ്പിന് വായിച്ച പുസ്തകം അല്ലെ? മയ്യഴിപ്പുഴയുടെ തീരത്തൊക്കെ ഒരു ഇരിപ്പിന് നമ്മൾ വായിക്കണം. എന്താ, അതിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കൊരു സിനിമയിൽ പോകുന്നത് പോലെ നമ്മൾ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ പോകും. ഇതേപോലെ മറ്റൊരു പുസ്തകമാണ്, അത്ര വലിയ പുസ്തകമല്ല, റാം കെയർ ഓഫ് ആനന്ദി. അത്ര കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു മൂവി പോലെ ഒറ്റയിരിപ്പിന് വായിച്ചു. അതാണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകത. അതേപോലെ കുറെ റൈറ്റേഴ്സിന്റെ പുസ്തകമുണ്ട്, നമ്മൾ ചെയ്ത് എന്ത് ചെയ്യും, ഒറ്റയിരിപ്പിന് വായിച്ചു പോകുന്ന കുറെ റൈറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, വൺ നൈറ്റ് ടെക്ക്, പിന്നെ കോൾ സെന്റർ, ഇങ്ങനത്തെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ ഒറ്റയിരിപ്പിന്, റവല്യൂഷൻ 2020, ഇങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ നമ്മൾ ഒറ്റയിരിപ്പിന് എന്ത് ചെയ്യും, വായിച്ചു പോകും എന്നതുപോലെ. അപ്പൊ എന്താണ്, നമ്മുടെ മൈൻഡിലേക്ക് ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ കൂടുതൽ അത് ആഴത്തിൽ പഠിക്കും. അപ്പൊ അതിന്റെ ഒരു ബേസിക് സാധനം തുടങ്ങുന്ന വെച്ചെങ്കിൽ, നിങ്ങളൊരു സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കും 3 രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെ. ഏതാ 3 രീതി? ടീച്ചേഴ്സ് ഇതിലുണ്ടാവും. ആരാ ടീച്ചേഴ്സ്? സിന്ധു മാമ ടീച്ചറാണ്. വേറെ ടീച്ചേഴ്സ് ഇല്ലേ? ഓക്കെ, 3 രീതിയിൽ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ 3 രീതി? 3 രീതി ഇല്ലേ? ടീച്ചേഴ്സിന് 3 രീതിയിലൊക്കെ. ടീച്ചേഴ്സ് മാത്രമാണല്ലോ. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ് കേൾക്കുന്നത്? ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂൾ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചത്, ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞേ. ടീച്ചർ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്ന് ഓഡിറ്ററി എന്ന് പറയാം, പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കേട്ട് നമ്മൾ പഠിക്കും. ചില കുട്ടികൾക്ക് കേട്ട് പഠിക്കാനുള്ള കപ്പാസിറ്റിയാണ് കൂടുതൽ. അപ്പൊ നമ്മൾ പറയും ഓഡിറ്ററി സ്കില്ല് കൂടിയ കുട്ടിയാണെന്ന് പറയും. പിന്നെ ചില കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ബൈജൂസ് ആപ്പൊക്കെ വരുമ്പോൾ കൂടുതൽ പഠിക്കാൻ കാണുന്നത് ഇങ്ങനെയാണ്, കാണിച്ചു കൊടുക്കും. അതിനാണ് വിഷ്വൽ ലേണിംഗ് എന്ന് പറയാം, കണ്ടു പഠിക്കുന്ന ആളുകൾ. വേറൊരു ടീമുണ്ട് കിനസ്തെറ്റിക് എന്ന് പറയും. ഈ കിനസ്തെറ്റിക് ആണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഒരു ആക്ഷൻസ് ഉണ്ടാവുക, ഫിസിക്സ് ഉണ്ടാവുക, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. ഓക്കെ, ചെയ്ത് പഠിക്കുന്ന ആളുകൾ, ഇവരാണ് കിനസ്തെറ്റിക് എന്ന് പറയുന്നത്. ഈ 3 രീതിയിലും ഒരു സ്റ്റുഡന്റ് പഠിച്ചെടുക്കും. ഇതിൽ ചില കുട്ടികൾക്ക് എന്തായിരിക്കും, ഓഡിറ്ററി സ്കില്ല് കൂടിയ ആളായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മക്കളാണെങ്കിൽ ചില കുട്ടികൾക്ക് ഓഡിറ്ററി സ്കില്ല്, ചിലർക്ക് കേട്ട് പഠിക്കാനായിരിക്കും. അവർക്ക് ചിലപ്പോൾ അങ്ങനെ കേട്ട് ഉറക്കെ വായിച്ചൊക്കെ പഠിക്കുന്ന രീതിയായിരിക്കും. ചില ആളുകൾക്ക് ചെയ്ത് പഠിക്കാനായിരിക്കും, ചില ആൾക്ക് കണ്ടു പഠിക്കാനായിരിക്കും. ഇതിൽ ഏത് കൂട്ടത്തിലാണെങ്കിലും നമുക്കൊരു കാര്യം ഡീപ്പ് എൻഡിലേക്ക് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ നല്ലതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. സ്കൂളുകൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം കറക്റ്റ് ചെയ്ത് മറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് എന്ത് തരുമായിരുന്നു, ഇമ്പോസിഷൻ തരുമായിരുന്നു അല്ലേ? അന്ന് ഇമ്പോസിഷൻ എഴുതിയ ആ വാക്ക് ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ കിട്ടും. 7ാം ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇമ്പോസിഷൻ എഴുതിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ ഒക്കെ. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതി പഠിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം എസ് തന്നെ, റൂക്കോൾ വാസ് എ മൈസർ. എനിക്ക് അതിന്റെ അർത്ഥം അറിയണമെന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ എസ് എഴുതാൻ ഒരു പരീക്ഷ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ പോകും. റൂക്കോൾ വാസ് എ മൈസർ ഈ ഡാമേജ് വെജിറ്റബിൾസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, അതിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിരിക്കുന്ന സാധനം. ഇതാണ് സ്ക്രിപ്റ്റിങ്ങിന്റെ പ്രത്യേകത. ഇതുകൊണ്ടാണ് ഗോളുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറയുമ്പോൾ, എഴുതുമ്പോൾ ഏതൊരു കാര്യവും ഡീപ്പെൻഡ് ആയിട്ട് എഴുതുന്ന സമയത്ത്
നമ്മളെ മൈൻഡിലേക്ക് അത് കൂടുതൽ വരും. കാരണം എന്താ, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കൂടെ ഇൻവോൾവ് ആണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ സ്ക്രിപ്റ്റിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം. കാരണം എന്താ, നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ ഉള്ളിൽ എന്ത് വേണം, ഒരു ഫീലിങ്സ് ഉണ്ടാവണം. അപ്പൊ നിങ്ങളൊന്ന് എഴുതാനിരുന്നേക്കൂ. ഒരു എക്സാമ്പിൾ പറയാം. ബഷീർ സാർ ലവ് ലെറ്റർ കൊടുത്തിരുന്നു ആർക്കെങ്കിലും ചെറുപ്പത്തില്? ഉണ്ടോ? ഇല്ല. ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ കിട്ടി കഴിയുമ്പോൾ എന്താണ്, വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. സിന്ധു ടീച്ചറൊക്കെ ചിരിച്ചാക്കുക ചെറുപ്പത്തേക്ക് പോയി. ഏതാണ് മണിസാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുക, ഞാനൊന്നൊക്കെ. ആ ലവ് ലെറ്റർ എഴുതുമ്പോഴും ലവ് ലെറ്റർ കിട്ടുമ്പോഴൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ, ഒരു ഫീലിംഗ് ആണ് അല്ലേ? ആ ലവ് ലെറ്റർ ഇപ്പോൾ ഇന്നത്തെ പോലെ വീഡിയോ കോളൊന്നും ഇല്ല, പക്ഷെ ആ വീഡിയോ കോളിനെക്കാട്ടിലും എഫക്റ്റ് ഉണ്ടായിരുന്നു. എന്തിന്? ആ എഴുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ആ എഴുത്ത് കിട്ടാനും വേണ്ടി മറ്റൊരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഖുറാൻ വായിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തപ്പെട്ടുകൊണ്ടാണ്. ബൈബിൾ വായിക്കുന്നത് സ്ക്രിപ്റ്റ് ചെയ്തപ്പെട്ടുകൊണ്ടാണ്. രാമായണവും ഗീതയും നിങ്ങൾ വായിക്കുന്നത് സ്ക്രിപ്റ്റ് ചെയ്തപ്പെട്ടുകൊണ്ടാണ്. ക്ലിയർ ആയോ? അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ സ്ക്രിപ്റ്റിംഗ്. അവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമോഷൻസും ഡിസയറും നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും കേട്ടോ. അതായത് ഇനി ഇതിലൊരു 3 ക്ലാസ്സിലേക്കുള്ള കണ്ടന്റ് ആണ് ഇതിലുള്ളത്. അടുത്ത് വരുന്ന 3 ക്ലാസ്സും ഇതിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും. ഇന്ന് നമ്മൾ ഇതിന്റെ ബേസിക് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് കൂടുതൽ വരിക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ മാനിഫെസ്റ്റേഷൻ എക്സസൈസ് നെയ്മഡ് സ്ക്രിപ്റ്റിംഗ് നോട്ട് ഫോർ നത്തിങ്. ഓക്കെ, പ്രധാനമായിട്ട് വലിയ കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് സിമിലർ ടു എ മൂവി സ്ക്രിപ്റ്റ്. ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്ന പോലെ തന്നെയാണ് ഈ സ്ക്രിപ്റ്റിൽ. എന്ത് ചെയ്യാണ്, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ സ്റ്റോറിയാണ്. ദാറ്റ് ലൈഫ് യു വാണ്ട് ടു ഹാവ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ സ്ക്രീൻ പ്ലേ എഴുതുന്നതും റൈറ്റിംഗ് ചെയ്യുന്നതും എല്ലാം നിങ്ങളാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ചുമ്മാ നിങ്ങളൊന്ന് ഇപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, നിങ്ങളൊന്ന് എഴുതുന്ന പോലെ ജസ്റ്റ് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ, ഇപ്പോഴുള്ള നിങ്ങളിൽ നിന്ന് എന്ത് മാറ്റാണ് ഉണ്ടാവുക? ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ തിരക്കഥ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ അതൊരു പ്രസന്റ് ടെൻസിൽ എന്ത് ചെയ്യുക, എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അങ്ങനെ എഴുതുന്ന എന്നൊക്കെ പറയും. ഓക്കെ, എന്തിനാണ് വൈ യൂസ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്, എന്തിനാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് CC ടൈപ്പ് ചെയ്തേ. സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് CC ടൈപ്പ് ചെയ്തേ. എന്നിട്ട് ഒരാളൊന്ന് റീസൈറ്റ് ചെയ്തേ, എന്താണ് സ്ക്രിപ്റ്റിംഗ്? ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് സ്ക്രിപ്റ്റിംഗ്? ഒന്ന് റീസൈറ്റ് ചെയ്തേ, ഞാൻ പറഞ്ഞേനെ. ഏതെങ്കിലും ഒരാൾ എന്താണ് സ്ക്രിപ്റ്റിംഗ്? പറഞ്ഞോളൂ, ഷാൻ സാർ പറഞ്ഞോളൂ. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് വളരെയധികം പരത്തി നമ്മൾ അതിനെ വളരെയധികം ഓരോ പോയിന്റും ടച്ച് ചെയ്ത് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ക്ലിയർ? ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇമാജിനേഷൻസ് കൂട്ടുന്നതിൽ സ്ക്രിപ്റ്റിങ്ങിന് പങ്കുണ്ടോ ഇല്ലേ? നമ്മുടെ വായനക്ക് നമ്മുടെ ഇമാജിനേഷൻ കൂടുന്നതിൽ പങ്കുണ്ടോ? യെസ് ഓർ നോ? നമ്മൾ വായിക്കുന്നത് നമ്മളെ ഇമാജിനേഷൻ കൂട്ടും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നവർ എന്ത് ചെയ്യുക, വൈ എന്ന് കമന്റ് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാത്തവർ എന്ന് കമന്റ് ചെയ്യുക. ഹാരിസ് സാർ വൈ കമന്റ് ചെയ്തിട്ടുണ്ട്, സുജിത് സാർ, അഫീഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ കാണേണ്ടതെന്ന് പറയുന്നത് ഒരു നല്ല വയലാണ്, ഒരു പാടം. അവിടെ നല്ല ഞാറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു മഞ്ഞുള്ള സമയമാണ്. ഞാറുകൾ ഇങ്ങനെ ഏകദേശം നെല്ലിങ്ങനെ വിരിയാനായിരിക്കുന്ന സമയമാണ്. അവിടെ ഒരു പാടവരമ്പുണ്ട്, നല്ലൊരു ഗ്രാമം. ആ പാടവരമ്പിലൂടെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഒരു കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പാടവരമ്പിലൂടെ കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പാടവരമ്പിലൂടെ നടക്കുന്ന കുട്ടിയുടെ പട്ടുപാവാടയാണ് ധരിച്ചിരിക്കുന്നത്. ആ പട്ടുപാവാടയുടെ
കളറ് പച്ച കളറാണ്. പച്ച കളറുള്ള പട്ടുപാവാടയുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നത്. ആ കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് ഏകദേശം ഒരു 10 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്. ആ കുട്ടിയുടെ മുടി ഇങ്ങനെ ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ആ കുട്ടിയുടെ നിറം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുനിറത്തിലുള്ള ഒരു കുട്ടിയാണ്. കുട്ടിയുടെ കയ്യിലൊരു തൂക്കുപാത്രമുണ്ട്. ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് അതേപോലെ കണ്ട ആളുകളൊന്ന് വൈ കമന്റ് ചെയ്തേ. അല്ലെ, ഇർഫാനക്ക് കാണാൻ പറ്റി, ഹാരിസാറിന് കാണാൻ പറ്റി, ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം എന്താ, സ്ക്രിപ്റ്റിംഗ് ആരാ നടത്തിയിരിക്കുന്നത്? ഞാനാണ് സ്ക്രിപ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ അതേപോലെ കണ്ടു, അതേപോലെ കണ്ടു. ഓക്കെ, ഇനി നമുക്കൊരു ഒരു ഒരു സ്ക്രിപ്റ്റിംഗ് കൂടെ നടത്താം. ഓക്കെ, നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്നും കൂടെ നിങ്ങളുടെ കണ്ണടക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനി നിങ്ങളാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ കുറച്ച് കാര്യം പറയുള്ളൂ. കണ്ണടച്ചിട്ട് നിങ്ങൾ കാണേണ്ടത് ഒരു ബീച്ചാണ്. ഒരു ബീച്ചിലിപ്പം ഒരു ഈവനിങ് ടൈമാണ്. ബീച്ചിൽ നിങ്ങൾക്ക് നിറയെ ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളെ നോക്കുന്ന സമയത്ത് ഒരു കുട്ടി ഓടി വരുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ബലൂൺസ് ഉണ്ട്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു കുട്ടി ഓടി വരുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ബലൂൺസ് ഉണ്ട്. ആ കുട്ടി നിങ്ങളോട് ചിരിച്ചിട്ട് എന്ത് ചെയ്യാണ്, നേരെ നിങ്ങളെ പാസ് ചെയ്ത് പോവാം. ഓപ്പൺ യുവർ ഐസ്. ഒരു 3 പേര് ഹാൻഡ് റൈസ് ചെയ്തേ. 3 പേര് പെട്ടെന്ന് 3 പേര് ഹാൻഡ് റൈസ് ചെയ്യും. സ്പീഡ് 3 പേര് ഹാൻഡ് റൈസ് ചെയ്യുക. 3 പേരില്ലേ? ഓക്കെ, താങ്ക് യു. ഒരാളും കൂടെ, ഒറ്റാക്കും കൂടെ. ഓക്കെ, മതി. ഇനി ആരാണ് ഹാൻഡ് റൈസ് ചെയ്യണ്ട? മണിസാറേ, ബീച്ചൊക്കെ കണ്ടില്ലേ? ബീച്ച് കണ്ടു. ഞാൻ കുറേ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, സമയം കുറവ്. കുറെ ചോദിക്കാണ്ട് ഒറ്റ ചോദ്യം ചോദിക്കാം. കുട്ടിനെ കണ്ടോ? കണ്ടു. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയായിരുന്നു. എത്ര വയസ്സുണ്ട്? ഒരു 5 വയസ്സ്. ആ കുട്ടി ഏത് കളർ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്? ഒരു ബ്ലൂ കളർ ഷർട്ടും ഒരു ഡാർക്ക് കളർ ട്രൗസറാണുള്ളത്. ആ കുട്ടിയുടെ മുടി എങ്ങനെ ഉണ്ടായിരുന്നു? മുടി ഒരു അലസമായി കിടക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ആ കുട്ടിയുടെ കയ്യിൽ എത്ര ബലൂൺസ് ഉണ്ടായിരുന്നു? ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നൂലിൽ കെട്ടിയിട്ടുള്ള ഒരു ബലൂൺ ആയിരുന്നു. എത്ര കളർ, എന്തായിരുന്നു കളർ? യെല്ലോ കളറാണ്. ആ കുട്ടി ഇങ്ങോട്ട് ചിരിച്ചോ? തിരിഞ്ഞു നോക്കി പോകുമ്പോ ഒരു ചിരി ചിരിച്ചിട്ട് പോയി. ഞാൻ നിങ്ങളോട് ആൺകുട്ടിയെ കാണാൻ പറഞ്ഞോ? ഇല്ല. നിങ്ങളോട് ബ്ലൂ കളർ ബലൂൺ കാണാൻ പറഞ്ഞോ? ഇല്ല. സോറി, എല്ലാ കളർ ബലൂൺ കാണാൻ പറഞ്ഞില്ല, ബ്ലൂ കളർ ഡ്രസ്സ് കാണാൻ പറഞ്ഞില്ല, അല്ലെ? അലസമായ മുടി എന്ന് പറഞ്ഞില്ല. ഇത് ആര് ഇമാജിൻ ചെയ്തതാണ്? നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്താണ് അല്ലേ? സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു ബേസിക്കാണ് ഞാൻ തന്നിരിക്കുന്നത്. ബാക്കി നിങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്ക്രിപ്റ്റ് നടത്തിയിരിക്കുന്നത്. ഇനി ആരിസാറിലേക്ക് വരാം. ആരിസാർ കണ്ട കുട്ടി ഏത് കുട്ടിയായിരുന്നു? ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ് അല്ലേ? ഒരേ സാധനം പറഞ്ഞിരിക്കുന്നത്. ആരിസാർ കണ്ടിരിക്കുന്നത് എന്താണ്? പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഏകദേശം 8 വയസ്സ്. 8 വയസ്സ് അല്ലേ? 5 വയസ്സിന് ഇവിടെ 8 വയസ്സിലേക്ക് വന്നു. ആ കുട്ടിയുടെ ഡ്രസ്സ് എന്തായിരുന്നു? ബാക്കിയുള്ള അത്ര ശ്രദ്ധിച്ചില്ല. Okay. ഡ്രസ് ബലൂണ് പാറിപ്പോന്നുണ്ടായിരുന്നു. മാറിപ്പോന്നുണ്ട്. എത്ര ബലൂൺസ് ഉണ്ടായിരുന്നു? ഒരു ബലൂൺസ് അതിന്റെ പിറകെ ഓടുന്നുണ്ടായിരുന്നു. ഒരു ബലൂൺസ് അതിന്റെ പിറകെ അല്ലേ? ബലൂൺസിന്റെ പിറകെ ഓടുന്ന ഒരു കുട്ടിയാണ് കണ്ടത്. കുട്ടി ചിരിച്ചോ? ചിരിച്ചോ? കുട്ടി ബലൂൺസിലായിരുന്നു ശ്രദ്ധ. ബലൂൺസിനാണ് ശ്രദ്ധ അല്ലെ? ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ല. സ്ക്രിപ്റ്റ് തന്നെ എന്ത് ചെയ്ത് മാറിപ്പോയി അല്ലെ? ബലൂൺ പിടിച്ചു കൊടുത്ത കുട്ടിയെ കണ്ടിട്ട് ബലൂണിന്റെ പിറകെ കൊടുത്ത കുട്ടിയാണ് എന്ത് ചെയ്തത് കണ്ടിരിക്കുന്നത്. ഓരോ ആളുകൾ സ്ക്രിപ്റ്റ് നടത്തുന്ന രീതിയാണ് പറഞ്ഞത്. സിന്ധു മാം എന്താ കണ്ടേ? ഞാൻ കുട്ടീനെ കണ്ടു. കുട്ടിയുടെ കയ്യില് ബലൂൺസിന്റെ കൂടെ ഒരു പട്ടം കൂടി കണ്ടു. ആൺകുട്ടിയെ പെൺകുട്ടിയോ? പെൺകുട്ടിയെ കണ്ടു. ഉടുപ്പിട്ട ഒരു കുട്ടീനെ കണ്ടത്. പെൺകുട്ടി. ഒരു പട്ടുണ്ട്, ഒരു നൂല്, ഒരു കയ്യില് ബലൂൺ ഉണ്ട്, ഒരു കയ്യിൽ ഒരു നൂലുണ്ട്. ഇങ്ങനെ പട്ടുണ്ട്. ആ പട്ടം ഇങ്ങനെ പറക്കണ കാണാണ്ട് ആ കുട്ടി ഇങ്ങനെ ഞാൻ അതിന്റെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാണ് അല്ലെ? ഞാൻ പറയാത്ത കുറെ പട്ടും പിന്നെ കുറെ ആൾക്കാർ ബലൂണിന്റെ പുറകെ ഇനി സ്റ്റോറി ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാവും. അപ്പൊ ഞാൻ ആ സ്റ്റോറി ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇമാജിനേഷൻ. ഇത് എന്തിനാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് നടത്തുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, സ്ക്രിപ്റ്റിംഗ് നിങ്ങളുടെ ഇമാജിനേഷൻസ് വർദ്ധിപ്പിക്കും അല്ലെ? ഞാനൊരു കറക്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും ഫസ്റ്റത്തിൽ കണ്ടത്
പച്ച പട്ടുപാവാട ധരിച്ച ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ പറഞ്ഞ വിഷ്വലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ രണ്ടാമത്തതിൽ നിങ്ങൾ കണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് വായിക്കുന്നതാവില്ല, ഇന്ന് വിഷ്വലൈസ് ചെയ്യുന്നതാവില്ല, നാളെ വിഷ്വലൈസ് ചെയ്യാം. ക്ലിയർ ആവുന്നുള്ളൂ നിങ്ങൾക്ക്? നാളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതേ കുട്ടിയെ തന്നെയല്ല കാണും. പക്ഷെ നാളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴും ഞാൻ എഴുതി വെച്ചത് ആ സ്റ്റോറിയാണ് വായിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ സെയിം വിഷ്വൽ തന്നെ ആയിരിക്കും കാണുക. ക്ലിയർ ആണെങ്കിൽ CC ടൈപ്പ് ചെയ്തേ. ഡിഫറൻസ് മനസ്സിലായോ? ഈ 2 എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സ്ക്രിപ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായോ? ഒന്നിൽ ഞാൻ പറഞ്ഞ അതേ സംഭവമാണ് നിങ്ങൾ കണ്ടത്, ഒന്നിൽ ഞാൻ ഹിന്റ് തന്നപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഭാവനയാണ് കണ്ടത്. അപ്പൊ നാളെ അത് മാറിക്കൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എഴുതിയിട്ട് എന്നും വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ വിഷ്വൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഫീലിംഗ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചില ഫീലിങ്സുകൾ, ചില ഫിലിംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണും. ഇപ്പൊ ഞാനിപ്പോൾ ചില സമയത്തൊക്കെ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം പറഞ്ഞ ഫിലിമിൽ ചില രംഗങ്ങൾ കാണും. ഓക്കെ, അതിൽ സായികുമാർ ഇവനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, മുക്കത്തുകാരൻ ഷെരീഫിന്റെ ഒരു കട നീ കണ്ടിട്ടുണ്ടോ വെച്ചിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ട്. അപ്പൊ ഇതെന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഇതെന്റെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിഷ്വലായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാറി. ചിലപ്പോൾ ഞാൻ നരസിംഹത്തിന്റെ ഒരു ഫിലിം എടുത്ത് കാണും, മോഹൻലാൽ വരുന്ന കാണുമ്പോൾ ഞാൻ മോട്ടിവേറ്റ് ആയിട്ട് പോകും. ഓക്കെ, എന്നാൽ സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടതാണ് അവിടെ. നിങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴുള്ള സമയം എന്താണ്? നമ്മുടെ ഇമാജിനേഷൻസ് കൂടും. നമുക്ക് ഇമാജിനേഷൻസ് എന്ത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരാള് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതിൽ ബിഗിനർ ആയിട്ട് വരുന്ന ആൾക്ക് പെട്ടെന്ന് ഇമാജിനേഷൻ ചെയ്യാൻ കഴിയൂല. എല്ലാവർക്കും ഒരേപോലെ ഇമാജിനേഷൻ ചെയ്യാൻ കഴിയൂല. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് 3 പേര് ചോദിക്കുമ്പോൾ ഇനിയും അതിന്റെ 3 ഫോക്കസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഹാരി സാർ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് കാണാൻ പറ്റിയില്ല, മണി സാർക്ക് ഡ്രസ്സ് കാണാം, അതൊരാളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ വെച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ സ്ക്രിപ്റ്റിംഗ് ചെയ്ത് അതേപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വിഷ്വലൈസേഷൻസ് ആ വിഷ്വൽ അവരിലേക്ക് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളോട് ചുമ്മാ പറയാണ്, നിങ്ങൾ വീട്ടിലേക്കുള്ള റോഡ് കാണാൻ പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ആ റോഡ് ഈസി ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ വീടിന്റെ കിച്ചൺ കാണാൻ പറഞ്ഞാൽ കാണാൻ പറ്റും, അല്ലേ? നിങ്ങളുടെ മകളുടെ രൂപം കാണാൻ പറഞ്ഞാൽ കാണാൻ പറ്റും, മകന്റെ രൂപം കാണാൻ പറഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചില രൂപങ്ങൾ, നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത ചില രൂപങ്ങൾ ഇപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഫേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാ കുട്ടികളുടെ രൂപം, അന്നത്തെ രൂപം ഓർമ്മയുള്ള ആളുകളൊന്ന് എസ് കമന്റ് ചെയ്തേ. ഞാൻ വിശ്വസിക്കുന്ന ആരും ഉണ്ടാവില്ല എന്നല്ല, ഇല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അഫീഫിന്റെ കൂടെ LKG ക്ലാസ്സിൽ പഠിച്ച എല്ലാ കുട്ടികളുടെയും രൂപം ഓർമ്മ ഉണ്ടാവും, അതേ ഫേസ്, അതേ കാര്യങ്ങൾ. നമുക്ക് ഇപ്പൊ എനിക്കൊന്നും എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ തന്നെ ഓർമ്മയില്ല, ചിലപ്പോൾ ഞാൻ കുറച്ച് പ്രായമുള്ളായിരിക്കും. ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ തന്നെ ഓർമ്മയില്ല, അവരുടെ പേര് പോലും ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെയും പേര് നമുക്ക് ഫെമിലിയർ ആയിരുന്നു, എല്ലാവരുടെയും രൂപം നമുക്ക് ഫെമിലിയർ ആയിരുന്നു. ഇപ്പൊ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ എല്ലാവരുടെയും രൂപം, അല്ലെങ്കിൽ ഈ ബിമാജിക്കിലുള്ള എല്ലാ ആളുകളുടെ രൂപം നമുക്ക് പറയാൻ ഓർമ്മ ഉണ്ടാവും. പക്ഷെ ബിമാജിക്കിൽ നിന്ന് കുറെ മുമ്പ് പോയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം എന്താ? റിപ്പീറ്റേഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. റിപ്പീറ്റേഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഏതൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇനി നമ്മളുടെ മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മെമ്മറി ഒരു കാര്യം ഫീഡ് ചെയ്ത് വെക്കുന്നത് സൗണ്ടിലല്ല. മെമ്മറി ഒരു കാര്യം ഞാൻ പറയാണ് നിങ്ങളോട്, ബിരിയാണി എന്ന് പറയാണ്. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാണോ നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ഇമേജ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാണോ ചെയ്തത്? ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു റോസാപ്പൂ, താജ്മഹൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ കറക്റ്റ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന വേർഡ് എന്താണോ അതിനുള്ളൊരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? നമ്മളെ ബ്രെയിൻ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോർ ചെയ്യുന്നത് ഇമേജ് രൂപത്തിലാണ്. ഈ ഇമേജ് രൂപത്തിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നതാണ് വിഷ്വലൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. എന്തിനാണ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് തരുന്നത്? ഓക്കെ, ഗൈഡഡ് മെഡിറ്റേഷൻ എന്തിനാണ്? ഈ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിലൂടെ യാത്ര ചെയ്യാൻ പോകും, അല്ലേ? ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഹെൽത്ത് മെഡിറ്റേഷൻ ആണ്, ഇനി നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വേറൊരു മെഡിറ്റേഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ എന്താണോ പറയുന്നത്, ഞാൻ ആ മെഡിറ്റേഷൻ ത്രൂ എന്താണോ സംസാരിക്കുന്നത്, അതാണ് നിങ്ങളുടെ പിക്ചറിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് അത്ര സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സുകൾ ഞാനൊരു 4-5 ബെനിഫിറ്റ്സുകൾ, ഒരു 6 ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നുള്ള ബെനിഫിറ്റ്സുകൾ പറഞ്ഞുതരാം. ഏറെക്കുറെ കവർ ചെയ്ത കാര്യം തന്നെയാണ്. ഒന്നാമത് സുഖം, ഇത് ഐഡിയൽ ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, തുടക്കക്കാർക്ക് ഏറ്റവും
ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ചെറുതായിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ വലിയ തിരക്കഥ എഴുതണ്ട, ഒരു വർഷം കഴിഞ്ഞുള്ള നിങ്ങളെ കുറിച്ചിട്ട് പിക്ചർ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ഗോൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ഗോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനൊരു ബെൻസ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ബെൻസ് കാർ എടുക്കാനുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എഴുതാൻ പറ്റും. എന്താണ്, ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും വിളിച്ചിട്ട്, എൻ്റെ ഉമ്മയും ഉപ്പയും വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഉപ്പ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, നിങ്ങൾ ഇന്ന് റെഡി ആയിരിക്കണം. എൻ്റെ ബ്രദേഴ്സിനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു റെഡി ആയിരിക്കണം. അവരെന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു അത് ഞാൻ പറയാം, നിങ്ങൾ റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. അവരോടെല്ലാം ഞാൻ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പിന്നെ ബെൻസിൻ്റെ കീമാനെ കൊണ്ട് ഹാൻഡ് ഓവർ അയച്ച് ഇങ്ങനെ പിന്നെ ബെൻസ് ഓടിക്കുന്നത് ബെൻസ്. അപ്പൊ ആ ബെൻസ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ എന്തിനാണ് എനിക്ക് ബെൻസ്? ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എൻ്റെ വേറെ പിക്ചർ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എൻ്റെ ബിസിനസ് വളർന്നിട്ടുണ്ടാവും, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനത്തെ രീതിയിലേക്കായിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി പോകാൻ പറ്റും. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മതി. ഒരു പ്രസന്റ് ടെൻസിൽ ഇങ്ങനെ എന്ത് ചെയ്യും, പ്രസന്റ് കണ്ടിന്യൂസിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോവാം. നമുക്കത് വായിക്കുമ്പോൾ ആ ഫീൽഡിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇനി രണ്ടാമത്താണ്, നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇതുകൊണ്ടുള്ള സെക്കൻഡ് ബെനിഫിറ്റ് എന്താണ്, ഫിൽ യു അപ്പ് വിത്ത് പോസിറ്റീവ് എനർജി. എപ്പോഴും നമുക്ക് എന്തുണ്ടാവും, ഒരു പോസിറ്റീവ് എനർജി ഈ സ്ക്രിപ്റ്റിംഗ് കൊണ്ട് കിട്ടുന്ന കാര്യമാണ് അല്ലേ. എല്ലാ ആളുകളും നമ്മുടെ ഡ്രീം ഫുൾഫിൽ ആവാന്, നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ആവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മളിത് ഫുൾഫിൽ ആയതുപോലെ വായിക്കുന്ന സമയത്ത്, വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസിറ്റീവ് എനർജി കൂടും. മൂന്നാമത്തെ ബെനിഫിറ്റ്സ് എന്താണോ, ബ്രിങ്സ് ക്ലാരിറ്റി. നിങ്ങളിങ്ങനെ എഴുതി ഒരു ദിവസം ഇങ്ങനെ വായിച്ചിങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അല്ല ഇത് കുറച്ചും കൂടെ കാര്യം ആഡ് ചെയ്താൽ ഞാൻ നന്നാവും. അപ്പോൾ ആണെങ്കിൽ ഇത് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഒരു തിരക്കഥ ഉണ്ടാവുക, ഒറ്റയടിക്ക് ഒരു തിരക്കഥ ഉണ്ടാവുമോ? ഒരു ഫിലിമിന്റെ തിരക്കഥ ഒറ്റയടിക്ക് ഉണ്ടാവുന്നതാണോ? ഒറ്റ പ്രാവശ്യത്തിൽ ഒരാൾ ബുക്ക് ചെയ്തു. ഇപ്പൊ എൻ്റെ മുമ്പിൽ നമ്മളെ ബി മാജിക്കിൽ ഉണ്ടായിരുന്ന ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മുഹമ്മദ് ഷാഹുൽ ഹമീദ് പൊന്മള, എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല. അദ്ദേഹം എഴുതിയൊരു ബുക്കാണ്. അദ്ദേഹം എന്നോട് സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞിട്ട് നീ ഇത് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുക്കാണ് ദിവ്യാനുടയായുടെ ജീവിത വഴികൾ. ചെറിയൊരു ബുക്കാണ്, എനിക്ക് തോന്നുന്ന ഒരു 38 പേജ് എങ്ങാനുള്ള ചെറിയൊരു ബുക്ക്. ഓക്കെ, ഈ 38 പേജ് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഷാഹുൽ ഹമീദ് എഴുതിയതാവോ? ഒറ്റ ഇരിപ്പിനെ എഴുതുവോ? എന്തെങ്കിലൊന്നും പറയാത്ത ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക എസ് പറഞ്ഞോ? പ്രാവശ്യം എഴുതി വരുമ്പോൾ അതിന്റെ ക്ലാരിറ്റി കൂടും. ഇൻ കോമ്പിനേഷൻ വിത്ത് വിഷ്വലൈസേഷനും സ്ക്രിപ്റ്റിംഗ് ക്യാൻ ഹെൽപ്പ് യു റീച്ച് ദ നെക്സ്റ്റ് ലെവൽ വൈൽ മാനിഫെസ്റ്റിംഗ്. നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും, ഈ സ്ക്രിപ്റ്റിംഗ് സഹായിക്കും. അപ്പൊ ക്ലാരിറ്റി കൂടും. നിങ്ങളിങ്ങനെ എഴുതി ഇന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആഡ് ചെയ്യണമെങ്കിൽ അത് എഴുതിയത് ഇനി ഇങ്ങനെ എഴുതി എന്ത് ചെയ്യുക, അതിങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഒറ്റ പ്രാവശ്യം എഴുതിയിട്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. പിന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി സ്വാഭാവികമായിട്ട് കുറക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഒക്കെ വായിക്കുമ്പം ഇതിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്നത് നെപ്പോളിയൻ ഹില്ല്. ഓക്കെ, നെപ്പോളിയൻ ഹില്ല് കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഫോർമുല എന്ന് പറയുന്നത്. അതിൽ നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. എന്താ ഇപ്പം ഇത്, ഒന്നും ഒരു ഫീലിംഗും ഉണ്ടാവില്ല. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുക. കുറച്ച് ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അറിയാതെ നിങ്ങൾ അതിലെന്ത് ചെയ്യും, വിശ്വസിച്ച് തുടങ്ങും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ ഏറ്റവും നല്ല സംഭവമാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെന്നെ കൊണ്ട് കിട്ടുമോ ആ ഒരു സംഭവം വരുമ്പോൾ എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് ട്രിഗേഴ്സ് ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പോൾ നിങ്ങളുടെ ക്ലാരിറ്റി കൂടി, ക്രിയേറ്റിവിറ്റി കൂടി, വിഷ്വലൈസേഷൻസിൻ്റെ സംഭവം കൂടും. ആറാമത്തെ ബെനിഫിറ്റ് ഈസി ടു പ്രാക്ടീസ്. വലിയ ആനക്കാരൊന്നും വേണ്ട, ഒരു ദിവസം എടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ടു പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കും. എൻ്റെ സെഷനിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒറ്റ കാര്യം പറയാണ്, ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് ചെയ്ത് ഇത് വായിക്കുന്നത് കൊണ്ട് മാത്രം
നത്തിങ് വിൽ ഹാപ്പൻ. ഒരാൾ എഴുതുകയാണെന്ത്, എനിക്ക് ഞാൻ അടുത്ത എക്സാമിനേഷൻസിൽ ഇങ്ങനെയൊക്കെ പാസ്സാവുന്നു, എൻ്റെ പേരൻസ് വരുന്നു, എൻ്റെ പേരൻസ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എൻ്റെ നാട്ടുകാരെന്ത് ചെയ്യുന്നു, എന്നെ വിളിക്കുന്നു, എനിക്ക് അനുമോദനങ്ങൾ തരുന്നു, ഞാൻ ഇത് മൊമെന്റോ ഇവിടെ കൊണ്ടുവെക്കുന്നു എന്ന് സ്ക്രിപ്റ്റിങ് ചെയ്ത് വിഷ്വലൈസ് ചെയ്തിട്ട് ആ കുട്ടി പഠിച്ചിട്ടില്ലെങ്കിൽ അവനൊരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. കറക്റ്റ് അല്ലേ? എന്നതുപോലെ ലൈക്ക് വൈസ് ഈ സ്ക്രിപ്റ്റിന്റെ കൂടെ നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന തിരക്കഥിന് സിനിമയാക്കി മാറ്റണം, അതിന് ഞാൻ ആക്ഷൻസ് എടുക്കണം, സംവിധായകനെ കണ്ടെത്തണം, അതിലേക്ക് നടനെ കണ്ടെത്തണം, പ്രൊഡ്യൂസറെ കണ്ടെത്തണം, അല്ലേ? ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇനി അതിലേക്ക് എന്ത് ചെയ്യണം, ഞാനൊരു ടീമാക്കി കൊണ്ടുവരുമ്പോഴാണ് അത് നടക്കാൻ പോകുന്നത്. എന്നതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേണമെങ്കിൽ ബി റെഡി ടു ടേക്ക് ആക്ഷൻസ്. ആക്ഷൻ എടുക്കുമ്പം നിങ്ങൾ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഫാസ്റ്റ് ആക്ഷൻ ടേക്കറായി മാറുക. സ്ക്രിപ്റ്റിംഗ് എഴുതിയിട്ട് സിനിമ ആക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അവരുടെ വെളിച്ചം കാണാത്ത സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ ഈ ലോകത്തുണ്ട്. എത്രയോ ആളുകൾ ഇതുവരെ വന്ന സിനിമയേക്കാൾ മനോഹരമായിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ എഴുതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്കത് ഫിലിമാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? അവരതിനെ കൂടെ ആക്ഷൻ എടുക്കാൻ തയ്യാറായില്ല. അന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകൾ നിങ്ങളാണ് അഭിനയിക്കാനുള്ളത്, നിങ്ങളാണ് അതിൽ ജീവിക്കാനുള്ളത്, നിങ്ങളാണ് അതിൽ റിസൾട്ട് ഉണ്ടാക്കാനുള്ളത്. ഇപ്പൊ ആ എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ എടുക്കുന്ന ഒരാളാണ്. ഫാസ്റ്റ് ആക്ഷൻ ഫാക്ട്. 2 നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ തന്നെ മാറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. മാറ്റ് എന്താ? മാസീവ് ആക്ഷൻ ടേക്കർ. ഒരു കാര്യത്തിൽ ആക്ഷൻ ടേക്ക് ചെയ്താൽ പിന്നെ അതിന് മാസമായിട്ട് പിന്നെയും അതിലേക്ക് കൂടുതൽ എനർജി ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ അങ്ങ് തുടങ്ങും, പിന്നെ കുറച്ചും കൂടി ഉന്മേഷം വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും സംഭവിക്കുന്ന നിർത്തിപ്പോകുന്ന ആളായിരിക്കാതിരിക്കുക. കണ്ടിന്യൂസ് ആക്ഷൻ ടേക്കർ എടുക്കുക. ഏതുവരെ നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ടത്? ഏതുവരെയാണ് ആക്ഷൻസ് എടുക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കിട്ടുന്നത് വരെ. എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കിട്ടുന്നത് വരെ ദർ ഇസ് നോ ബി ഓപ്ഷൻസ്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവണം, വിശ്വസിച്ച് സ്ക്രിപ്റ്റ് ചെയ്താവണം. അതിന് നിങ്ങൾ 3 കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ ആവുക, മാസീവ് ആക്ഷൻ ടേക്കർ ആവുക, കണ്ടിന്യൂസ് ആക്ഷൻ ടേക്കർ ആവുക. താങ്ക് യു ഓൾ. ഹാൻഡ് ഓവർ ടു ഗോപിക. താങ്ക് യു സർ. ഓക്കെ, അപ്പോ ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഒരുപാട് ആളുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊന്ന് മുന്നോട്ട് വന്ന് പരിചയപ്പെടുത്താവോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന ടൈമാണ്. സോ ഡൗട്ട് എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. ഹാരിസ്, ഷെരീഫ് ഇവരൊക്കെ പുതുതായിട്ടുള്ള ആളുകളാണ്. ഷഫീർ. ഓക്കെ, അപ്പൊ അവർക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനൊരു പുതിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ധന്യ എന്നാണ് പേര്. ഓക്കെ സംസാരിക്കാനൊന്നും അറിയില്ല, ടീച്ചറാണ്. ഓക്കെ, ധന്യ മാം ഹലോ. ധന്യ ആളുണ്ടോ? അതിലുണ്ട്. ക്ലാസ് കേട്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത്. ധന്യ പുതിയ ആളായതുകൊണ്ടായിരിക്കും. ഓക്കെ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക കേട്ടോ. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പരിചയപ്പെടുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. സോ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ്സ് കോൾഡ് ബി മാജിക്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ മൺഡേ നമ്മൾ ഫ്രീ സെഷൻ നടത്താൻ പോവാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ എന്താണ് ജോയിൻ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആരുടെ കൂടെയാണോ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ റിസൾട്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നല്ല വെള്ളടിക്കാരായിട്ടുള്ള ആളുടെ കമ്പനി കൂടുന്ന വെച്ചാൽ അറിയാതെ നമ്മൾ വെള്ളടിച്ചു. നല്ല സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളുടെ സ്പിരിച്വാലിറ്റി, നല്ല കിനസ്തെറ്റിക് ഇന്റൻസ് ഉപയോഗിക്കുന്ന ആളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഗോപിക പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ വന്ന് എന്ത് സംസാരിക്കുന്ന ഒരു അന്താളിപ്പ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഞാൻ എന്ത് സംസാരിക്കാനാണ്? ഓക്കെ, ഒന്നും സംസാരിക്കേണ്ട, നിങ്ങൾ വരിക, നിങ്ങളെ പരിചയപ്പെടുത്തുക. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നൊരു സ്ഥലത്താണ്. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം. ഒറ്റ പോയിന്റ്, ഇന്നൊരു പോയിന്റ് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അത് എല്ലാവരും ചെയ്യാം. ഇന്നത്തെ സെഷൻസ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്, ഒരൊറ്റ സിംഗിൾ പോയിന്റ് എന്താണ് നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാം. ശ്രേയ, ഇറ്റ്സ് യുവർ ടേൺ.
ശ്രേയ പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു ഫോർ ദ ക്ലാസ്. ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിന്റെ മോളാണ്. ക്ലാസ് വളരെ യൂസ്ഫുൾ ആയി തോന്നി. ഞാനിങ്ങനെ എന്താ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു. അച്ഛൻ പറഞ്ഞത് തന്നെ സീക്രട്ട് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ക്ലാസ് കേട്ട് നോക്കിയപ്പോ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ഒരു തീരുമാനം വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ 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 അതെ. തീരുമാനമായോ? ഞാൻ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് ഓൺലൈൻ റിപ്പീറ്റിംഗ് ആണോ? അല്ലല്ല, റിപ്പീറ്റ് എന്നുള്ള ഒരു കോഴ്സിന് മാത്രം. അപ്പൊ അതിലേക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ഓക്കെ, അതായത് 10 വർഷങ്ങൾ 10 വർഷമൊക്കെ വരെയുള്ള സ്ക്രിപ്റ്റ്, അതായത് ഡോക്ടർ ആവുന്ന മാത്രമല്ല ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഷ്യൻസ് വരുന്നത്, നിങ്ങളുടെ ലൈഫ് ഉഷാറാവുന്നത് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും കൂടെ കൂടും. ഒരു ചെറിയ സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ നീറ്റിന്റെ റിസൾട്ട് നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷൻ കിട്ടുന്നത്, അവിടുത്തെ നല്ല ടീച്ചേഴ്സ് വരുന്നത്, അവിടെ നല്ല ഹോസ്റ്റൽ ലഭിക്കുന്നതൊക്കെ വൈസ് വൈസ് അങ്ങനെ എന്ത് ചെയ്യാം, ഒരു സ്ക്രിപ്റ്റിംഗ് നടത്താം. ക്ലിയർ ആണോ? ഒരാൾക്ക് മാത്രമാണ് ക്ലാസ്സിൽ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. രഞ്ജിമ താങ്ക് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് വിത്ത് ഫീൽ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഒരു പോയിന്റ് മനസ്സിലായിട്ട് വേണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷാഹിന എന്നാണ്. ഞാൻ കവർമ്പാണ് വീട്. ഞാനവിടെ സ്കിയോളോ നിങ്ങളെ കൂടെ അവിടെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ലോ ഓഫ് അട്രാക്ഷന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാനവിടെ വർക്ക് ചെയ്യണ സമയത്താണ് സാറ് ഒരുപാട് എന്താ പറയാ, ഞാനിങ്ങനെ സാറോട് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ആ സമയത്ത് തന്നെ ആ ടെൻഷൻ നമുക്ക് മാറും. അത്രയും നല്ലൊരു വൈബായിരുന്നു അവിടെ ഓഫീസ്. പിന്നെ ലോ ഓഫ് അട്രാക്ഷനിന്റെ ഡെലിവറിയിലാണ് ഞാൻ അനുഭവിച്ചത്. കാരണം ഞാൻ ആ പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സാറോട് ഇങ്ങനെ സാറ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എനിക്ക് ആദ്യം മോനാണ് ഉണ്ടായത്. അപ്പം സെക്കൻഡ് പ്രഗ്നൻസിയിലാണ് ഞാൻ അവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ സാറ് ചോദിക്കും, ഇനി എന്താണ് ഏത് കുട്ടിയാണ് ആഗ്രഹം ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടി അടുത്തത് എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ സാറോട് ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് ആഗ്രഹം ഉള്ളത്. അപ്പൊ സാർ പറഞ്ഞു ഇപ്പൊ തന്നെ ഒരു ഡ്രസ്സ് കുട്ടിക്കുള്ളത് വാങ്ങി വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ആ സമയത്ത് തന്നെ എൻ്റെ അനിയത്തി ഇങ്ങനെ തയ്ക്കലുണ്ടായിരുന്നു. അപ്പൊ അവളോട് ഒരു മെറ്റീരിയൽ വാങ്ങിയെടുത്തിട്ട് അവളോട് തയ്ച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ അവള് ഒരു ഉടുപ്പ് അടിച്ചു വെച്ചിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കും, ഞാൻ മോനുണ്ട്, മോളെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണതും സാറിങ്ങനെ പറയണ പോലെ ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം തന്നെയായിരുന്നു ഒരു മോളെ കൊണ്ട് നടക്കണ ഒരു ചിന്ത തന്നെയായിരുന്നു. എന്തായാലും ആ ഡെലിവറിയിൽ എനിക്ക് മോളെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ ആ ഒരു ഉടുപ്പ് എനിക്ക് 1 വയസ്സായ സമയത്താണ് അവൾക്ക് ഇട്ടെടുക്കാൻ പറ്റിയത്. നമുക്ക് അന്നൊരു അളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ അടിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ അന്ന് എനിക്ക് എൻ്റെ ആ ഡെലിവറിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല, അത് എന്തായാലും നടന്നിരിക്കും ജീവിതത്തിൽ. താങ്ക് യു സർ. താങ്ക് യു ഷാഹിന. താങ്ക് യു അല്ലേ ഷാഹിന. കുറെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ അല്ലേ, ആ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓഫീസിൽ ഉണ്ടാകുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു? 2 പേര് അല്ലേ? നിങ്ങൾ 2 പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുഴുവൻ സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോരോ ഇതിലിങ്ങനെ പിന്നെ കുറെ ഇപ്പൊ എനിക്കിങ്ങനെ തോന്നി ഭയങ്കര ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ സാറിനോട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ബി മാജിക്കിന്റെ ഈ ഒരു ലിങ്ക് ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അന്ന് നമ്മള് ഡെയിലി ഈ മെഡിറ്റേഷൻ ചെയ്യണതുകൊണ്ട് ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ. പിന്നീട് വീണ്ടും ആ ഒരു ഇതിലേക്ക് തന്നെ വന്നു. ഇപ്പൊ ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും ഇങ്ങനെ ഓഫീസ് സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം. ഞാൻ സംസാരിക്കാനുണ്ടോ? താങ്ക് യു ഷാഹിന മാം. ഓക്കെ, മണി സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മണി സർ ഇന്ന് മനസ്സിലായത് ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ മനസ്സിലായത്. നമ്മൾ കാണുമ്പോഴോ എഴുതുമ്പോഴോ അല്ല കേൾക്കുമ്പോഴോ ഇല്ലാത്ത ഒരു ആഴത്തിലുള്ള ഒരു അറിവ് നമ്മൾ എഴുതുമ്പോഴാണ്, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് ഉള്ളതെന്ന് പ്രത്യേകം ആ സിനിമേന്റെ സ്ക്രിപ്റ്റിലൂടെ വളരെ നല്ല എക്സാമ്പിളോട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം
എഴുതി കഴിയുമ്പം പ്രത്യേകിച്ച് ഇമ്പോസിഷൻ ഒക്കെ എഴുതുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ വേർഡ്സ് എല്ലാം ഓർമ്മ വരുന്നതാണ്. അപ്പം നമ്മൾ ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടും നമ്മൾ മാനസികമായിട്ടും അതിലേക്ക് ശ്രദ്ധ വരുന്നത് കൂടുതൽ ക്ലാരിറ്റി വരാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ ഒരു വിഷ്വലൈസേഷൻ സാറ് മുമ്പ് പറഞ്ഞത് കാറ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് ബ്രാൻഡാണ്, ടിയാഗോ ആണ് അല്ലെങ്കിൽ ബ്ലൂ കളറാണ്, അങ്ങനെ മുമ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കത് വിഷ്വലൈസേഷൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനു സാർ. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു സെഷനിൽ സംസാരിക്കും കേട്ടോ. നെക്സ്റ്റ് മൺഡേ നമ്മൾ സംസാരിക്കും. ഇത് കഴിഞ്ഞിട്ടില്ല, ഞാൻ സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹൗ ടു സ്ക്രിപ്റ്റ് ദ റൈറ്റ് വേ, എങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് കറക്റ്റായിട്ട് എഴുതേണ്ടത്, അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഹു ബെനിഫിറ്റ്സ് ദ മോസ്റ്റ് ഓഫ് ഫ്രം സ്ക്രിപ്റ്റിംഗ്, ഓക്കെ, എന്താണ് ഇത്, ഇങ്ങനെ ആർക്കാണ് ശരിക്കായിട്ട് വരിക. അതേപോലെ തന്നെ 6 മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റിംഗ് എക്സസൈസ് ടു ഹെൽപ്പ് യു ടു റീച്ച് യുവർ ഗോൾ, നിങ്ങൾ ഗോൾ എത്താനുള്ള 6 മെത്തേഡുകൾ. ഇതൊക്കെ വരുന്ന 1-2 സെഷൻസിലായിട്ട് നമുക്ക് സംസാരിക്കാൻ ഉള്ള കാര്യങ്ങളാണ്. ഹായ് ഗോപിക, ഞാനും ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കും ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ഫീൽ ചെയ്തുള്ള ഒരാൾ തന്നെയാണ്, എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ ഈ ബി മാജിക്കിലേക്ക് ചേരുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീട്ടില് ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം നല്ലോണം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഇപ്പൊ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 9 വർഷമായി ഉണ്ടായിരുന്നു. 2 ആൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടും 3-4 വർഷമായിട്ടും കുട്ടികളില്ലാത്ത ഒരു സങ്കടം നല്ല ഉണ്ടായിരുന്നു. ഞാനും തീവ്രമായി ആഗ്രഹിച്ചു, എഴുതി വെച്ചു. അതിലൂടെ നമ്മളെ സേഫ് സാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പൊ അതും ഒരു പെൺകുഞ്ഞിനെ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, എഴുതി വെച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എനിക്കൊരു കുഞ്ഞുവാവ ഉണ്ടായി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് യൂണിവേഴ്സിനോടും അതുപോലെ തന്നെ നമ്മളെ ബി മാജിക്കിനോടുമാണ്. കാരണം ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. അതിന്റെ പുറകെ ഓരോരോ കാര്യങ്ങളായിട്ട് വീട്ടിൽ എനിക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമാണ്. അത്രയും നമ്മൾ ആഗ്രഹിച്ചാൽ ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് 100% ശരിയാണ്, സത്യമാണ്. ഓക്കെ, താങ്ക് യു സാറേ. സാറിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് അറിയാം ലോ ഓഫ് അട്രാക്ഷൻ സീസയുടെ ക്ലാസ് നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവർ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിനൊരു ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത സെഷനിലും കാണാം. സോ താങ്ക് യു സർ. താങ്ക് യു ടു ഓൾ. Thank you all. Thank you sir. Thank you all. Thank you sir. Thank you all. Thank you. Thank you all. Thank you all.